അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ ജനമേ, എന്റെ നിയമം ശ്രവിക്കുക, അതിൽ അഭയം തേടുക. എന്റെ വാക്കുകൾ ചെവിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജനമേ, എന്റെ നിയമം ശ്രവിക്കുക, അതിൽ അഭയം തേടുക. എന്റെ വാക്കുകൾ ചെവിക്കൊള്ളുക. അന്യാപദേശങ്ങൾ പറയാൻ ഞാൻ വായ് തുറക്കുന്നു. പൂർവകാലത്തെ സുഭാഷിതങ്ങൾ ഞാൻ പറയാം. ഞങ്ങളവ കേട്ടറിഞ്ഞിരിക്കുന്നു. പിതാക്കന്മാർ അവ പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ശക്തിയും മഹത്വവും അത്ഭുതങ്ങളും മക്കളിൽ നിന്ന് നമ്മൾ മറച്ചുവെക്കരുത്. വരും തലമുറകൾക്ക് അവ വിവരിച്ചു കൊടുക്കണം. അവിടുന്ന് യാക്കോബിന് കൽപ്പന നൽകി, ഇസ്രായേലിന് പ്രമാണമേകി. മക്കളെ അവ അറിയിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് ആജ്ഞ നൽകി. തുടർന്നുള്ള തലമുറയും അറിയേണ്ടതിന് ജനിക്കാനും നിലനിൽക്കാനുമുള്ള മക്കൾ അവരുടെ മക്കൾക്കും അവ പറഞ്ഞു കൊടുക്കട്ടെ. അവരുടെ പ്രത്യാശ ദൈവത്തിലാകാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറക്കാതിരിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും തന്നെ. അവർ അവരുടെ പിതാക്കന്മാരെ പോലെ ദുഷ്ടരും ദുഷ്ടാട്ടിക്കാരുമാകരുത്. അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്നു നിന്നില്ല. എഫ്രായിംകാർ ഞാൻ മുറുക്കി വില്ലുകുലച്ചു, എന്നാൽ യുദ്ധ ദിവസം അവർ പിന്തിരിഞ്ഞോടി. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് വ്യാപരിച്ചില്ല. പിതാക്കന്മാർക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളും അവർ വിസ്മരിച്ചു. മിസ്രൈനിലും സായാനിലും അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ തന്നെ. കടൽ മുറിച്ച് ജനത്തെ കടത്തി വെള്ളം കുടത്തിലെന്ന പോലെ നിർത്തി. പകൽ മേഘത്താലും രാത്രി അഗ്നിയുടെ പ്രകാശത്താലും അവിടുന്ന് അവരെ നയിച്ചു. മരുഭൂമിയിൽ അവിടുന്ന് പാറ തുറന്നു, ആഴത്തിൽ നിന്ന പോലെ അവർക്ക് കുടിവെള്ളം നൽകി.
പാറയിൽ നിന്ന് നീർച്ചാലൊഴുക്കി, നദികൾ പോലെ ജലമൊഴുകി. എന്നിട്ടും ദാഹിച്ചപ്പോൾ ജനം പാപം ചെയ്തു, അത്യുന്നതനെതിരെ പിറുപിറുത്തു. ഇഷ്ടമേറിയ ആഹാരം ആവശ്യപ്പെട്ട് തങ്ങളുടെ ഹൃദയത്തിൽ അവർ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തിനെതിരായി അവർ പിറുപിറുത്തു. മരുഭൂമിയിൽ നമുക്ക് മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? പാറമേലടിച്ച് നീർച്ചാലൊഴുക്കി ജലം നൽകി, എങ്കിലും നമുക്ക് അപ്പം തരാൻ അവിടത്തേക്ക് കഴിയുമോ? തന്റെ ജനത്തിന് അവിടുന്ന് ഭക്ഷണം ഒരുക്കുമോ? കർത്താവ് ഇത് കേട്ട് കോപിച്ചു. യാക്കോബിന് നേരെ അവിടുത്തെ തീയിൽ ജ്വലിച്ചു, ഇസ്രായേലിന് നേരെ ക്രുദ്ധനായി. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ അവിശ്വസിച്ചു, അവിടുത്തെ രക്ഷയിൽ ശരണം വെച്ചില്ല. ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് മേഘത്തോട് കൽപ്പിച്ച് ആകാശവാതിലുകൾ തുറക്കപ്പെട്ടു. ആഹാരത്തിനായി അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ഭോജനം അവർക്ക് നൽകി. മനുഷ്യൻ മാലാഖമാരുടെ അപ്പം ഭക്ഷിച്ചു, സുഭിക്ഷമായി അവർക്ക് ആഹാരം നൽകി. ആകാശത്തിൽ അവിടുന്ന് കാറ്റ് വീശി, തന്റെ ശക്തിയാൽ അതിനെ തെക്കോട്ട് തിരിച്ചുവിട്ടു. അവർക്ക് സമൃദ്ധമായി മാംസം നൽകി, കടലോരത്തെ മണൽത്തരികൾ പോലെ പക്ഷികളെ കൊടുത്തു. അവ അവരുടെ വാസസ്ഥലങ്ങളായ കൂടാരങ്ങൾക്ക് ചുറ്റും ചെന്നു വീണു. അവർ കൊതിച്ചത് അവിടുന്ന് നൽകി, അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഭക്ഷണം അവരുടെ വായിലായിരിക്കുമ്പോഴും അവരുടെ ആർത്തി അവസാനിച്ചില്ല. ദൈവകോപം അവരുടെ മേൽ നിപതിച്ചു. അവരുടെ പ്രമാണങ്ങളിൽ ചിലരെ അവിടുന്ന് സംഹരിച്ചു, ഇസ്രായേലിലെ പ്രധാനികളെ കീഴ്പ്പെടുത്തി. എന്നിട്ടും അവർ പാപം ചെയ്തു, അവിടുത്തെ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചില്ല. അതിനാൽ അവരുടെ നാളുകൾ വ്യർത്ഥതയിലും മത്സരങ്ങൾ തിടുക്കത്തിലും തീർന്നുപോയി. സംഹാരവേളയിൽ അവർ അവിടുത്തെ അന്വേഷിച്ചു, പിന്തിരിഞ്ഞ് അവിടുത്തെ സന്നിധിയിലെത്തി. അത്യുന്നതനായ ദൈവമാണ് തങ്ങളുടെ സഹായകനെന്ന്, അവിടുന്നാണ് രക്ഷകനെന്ന് അവർ അനുസ്മരിച്ചു. അധരങ്ങൾ കൊണ്ട് അവർ അവിടുത്തെ സ്നേഹിച്ചു, നാവുകൊണ്ട് അവിടുത്തെ നിരസിച്ചു. അവരുടെ ഹൃദയം ദൈവത്തിൽ ഉറച്ചു നിന്നില്ല, അവിടുത്തെ ഉടമ്പടിയിൽ അവർ വിശ്വസിച്ചില്ല. എന്നിട്ടും അവിടുന്ന് കാരുണ്യവാനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും നാശം വരുത്താത്തവനുമാണ്. തന്റെ കോപം അവിടുന്ന് അടക്കി നിർത്തി, ക്രോധാഗ്നി മുഴുവനും ജ്വലിപ്പിച്ചില്ല. അവർ കേവലം ജഡമാണെന്നും ഒരിക്കൽ നിലച്ചു കഴിഞ്ഞാൽ മടങ്ങി വരാത്ത ശ്വാസമാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. മരുഭൂമിയിൽ അവർ അവിടത്തേക്കെതിരെ പിറുപിറുത്തു, അശീമോനിൽ വെച്ച് അവിടുത്തെ കോപാകുലനാക്കി. വീണ്ടും വീണ്ടും അവർ ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. മർദ്ദകരിൽ നിന്ന് തങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ കരുത്തെയോ ദിനത്തെയോ അവർ അനുസ്മരിച്ചില്ല. മിസ്രൈനിൽ അവിടുന്ന് ചെയ്ത അടയാളങ്ങളും സായാൻ സമതലത്തിലെ അത്ഭുതങ്ങളും അവർ വിസ്മരിച്ചു. കുടിക്കാനാവാത്ത വിധം നദികളിലെയും അരുവികളെയും വെള്ളമെല്ലാം അവിടുന്ന് രക്തമാക്കി തീർത്തു. അവിടുന്ന് കീടങ്ങളെ അയച്ചു, കൃഷിയെല്ലാം അവ തിന്നു തീർത്തു. അവിടുന്ന് തവളകളെ അയച്ചു, നാട്ടിലവ നാശം വരുത്തി. അവരുടെ വിളവുകൾ വെട്ടുകിളികൾക്കും പ്രയത്നഫലം ചാഴികൾക്കും നൽകി. മുന്തിരിത്തോട്ടങ്ങൾ കൽമഴയാലും അതിവൃക്ഷങ്ങൾ ഹിമവർഷത്താലും നശിപ്പിച്ചു. അവരുടെ മൃഗങ്ങളെ കൽമഴയാലും സമ്പാദ്യം അഗ്നിയാലും നശിപ്പിച്ചു. തന്റെ ഉഗ്രകോപം അവർക്കെതിരായി അയച്ചു, ക്രോധവും രോഷവും ദുരിതവും സംഹാരദൂതൻ വഴി അവിടുന്ന് അയച്ചു. അവിടുന്ന് ക്ലേശങ്ങളുടെ ഒരു പാത തുറന്നു, മരണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയില്ല. അവരുടെ മൃഗങ്ങളെയും നാശത്തിന് വിട്ടുകൊടുത്തു. മിസ്രൈനിലെ കടിഞ്ഞോൽ പുത്രന്മാരെ സംഹരിച്ചു, ഹാമിന്റെ കൂടാരത്തിൽ വെച്ച് അവരെ നിഗ്രഹിച്ചു. തന്റെ ജനത്തെ ആട്ടിൻപറ്റം പോലെ പുറത്തിറക്കി, മേഷവൃന്ദം പോലെ മരുപ്രദേശത്തിലൂടെ നയിച്ചു. പ്രത്യാശയിൽ അവരെ ഉറപ്പിച്ചു നിർത്തി,
അവർ അശേഷം ഭയന്നില്ല. അവരുടെ വൈരികളെയോ കടൽ മൂടിക്കളഞ്ഞു. തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് അവരെ നയിച്ചു. താൻ നേടിയെടുത്ത പർവ്വതത്തിലേക്ക് അവിടുന്ന് അവരെ കൊണ്ടുവന്നു. ജനതകളുടെ അവരുടെ മുമ്പാകെ നശിപ്പിച്ചു. തന്റെ അവകാശദേശം അവർക്ക് വിഭജിച്ചു നൽകി. ഇസ്രായേൽ ഗോത്രങ്ങൾ അവരുടെ കൂടാരങ്ങളിൽ വസിച്ചു. എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു. അവിടുത്തേക്കെതിരായി പിറുപിറുത്തു. അവിടുത്തെ കൽപ്പനകൾ പാലിച്ചില്ല. പിതാക്കന്മാരെ പോലെ അവർ അവിശ്വസ്തരായി. ഞാണയഞ്ഞ വില്ല് പോലെ അവർ വ്യാപരിച്ചു. അവരുടെ ബലികളാൽ അവിടുത്തെ ക്രുദ്ധനാക്കി. വിഗ്രഹങ്ങളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവരെ ശ്രവിച്ച ദൈവം ക്രോധനായി. ഇസ്രായേലിനെതിരെ അവിടുത്തെ കോപം ജ്വലിച്ചു. മനുഷ്യരുടെ ഇടയിൽ അവിടുന്ന് വസിച്ചിരുന്ന ശീലോയിലെ കൂടാരം അവിടുന്ന് ഉപേക്ഷിച്ചു. തന്റെ ജനത്തെ അടിമത്തത്തിന് വിട്ടുകൊടുക്കുകയും മർദ്ദകർക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. സ്വന്തം ജനത്തെ വാളിനിരയാക്കി തന്റെ അവകാശം അവഗണിച്ചു. അവരുടെ യുവാക്കന്മാരെ അഗ്നി വിഴുങ്ങി. അവരുടെ യുവതികൾ ദുഃഖിതരായി. ആചാര്യന്മാർ വാളാൽ നിലംപതിച്ചു. വിധവകൾ വിലാപം ആചരിച്ചില്ല. അവിടുന്ന് തന്റെ ശത്രുക്കളെ പ്രഹരിച്ച് പിന്തള്ളി. അവരെ ലോകത്തിന് നിന്ന വിഷയമാക്കി. യൗസേപ്പിന്റെ കൂടാരം അവിടുന്ന് ഉപേക്ഷിച്ചു. എഫ്രായിം ഗോത്രത്തിൽ പ്രസാദിച്ചില്ല. യൂദാ ഗോത്രം അവിടുന്ന് തിരഞ്ഞെടുത്തു. തനിക്ക് ഇഷ്ടപ്പെട്ട സിഹിയോൻ മലയെ അവിടുന്ന് തന്റേതായി സ്വീകരിച്ചു. തന്റെ വിശുദ്ധ മന്ദിരം ഉയരങ്ങളിൽ നിർമ്മിച്ചു. ഭൂമിയിൽ അതിനെ നിത്യമായി ഉറപ്പിച്ചു. ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്ത് ആടുകളുടെ പിന്നിൽ നിന്ന് ആനയിച്ചു. തന്റെ ജനമായ യാക്കോബിലെയും അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കാൻ കർത്താവ് അവരെ കൊണ്ടുവന്നു. പരമാർത്ഥതയോടെ അവൻ അവരെ മേയിച്ചു. കരവിരുതോടെ നയിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങൾക്കു ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുവിൻ. വിണ്ണിൻ ദാനം കൈക്കൊണ്ടവരാം ശ്ലീഹന്മാരാം ശിഷ്യ സമൂഹം മിശിഹാനാഥൻ കൽപ്പിച്ചതുപോൽ മടികൂടാതെ ദാനം നൽകി. മടികൂടാതെ ദാനം നൽകി. എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. വിശ്വാസികളിൽ ജീവൻ പകരാൻ ആധ്യാത്മികമാ ഭക്ഷണമേകി അജഗണമഖിലം ശക്തി ധരിച്ചു. റൂഖായവരിൽ നിറവു പകർന്നു. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ആധ്യാത്മികമാ പാനീയത്താൽ ദാഹം തീർത്തു വിശ്രമമേകി. വിശ്വാസികൾ തൻ ഹൃത്തിൽ നിന്ന ജീവജലത്തിൻ നീർച്ചാലൊഴുകി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങയെ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലാലസമായ മനസ്സോടുകൂടി വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര